ഞാൻ ഈ ഒരു പാത്രം നിറച്ചെടുത്താണ് കേട്ടോ. കഴിച്ച് തീരാറായി. അപ്പം ഞാൻ ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സാധനം എന്നാന്നുള്ളത്. ഇത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ വീഡിയോസാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഇതാണ് ഞാൻ വീഡിയോ കാണിച്ചേക്കുന്നത്. അപ്പം ഇപ്പം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവധിയൊക്കെ ആകാൻ പോവാണ്. പിള്ളേരൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഒരു കെട്ടിൽ ഓർഡർ നമുക്ക് ഇങ്ങോട്ട് തരുന്ന സമയമാണ്. അപ്പം കടയിൽ നിന്നൊക്കെ മിക്കവർക്കും മേടിച്ചു കൊടുക്കാനൊക്കെ പേടിയുണ്ട്. കാര്യം ഇപ്പോൾ വരുന്നതെല്ലാം എങ്ങനെയുള്ളതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്നേ. അപ്പോൾ അത്രയും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് 2 കവർ പാലും പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ മതി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ അവധിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. എൻ്റെ മക്കൾ ഇത്ര വലുതായെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അവർക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. അത് അച്ഛാ അത് മേടിച്ചോണ്ട് പോയി ഇത് മേടിച്ചോണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഈ സ്കൂട്ടറിലും സൈക്കിളിലൊക്കെ വരുന്നവരുണ്ട്. അതെനിക്കൊന്നും മലയാളികളല്ല. ഇവിടെ വന്നിച്ച് ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്ക് പിന്നെ കവറിൽ ചോക്കോബാർ ആണെങ്കിൽ ഞാൻ മേടിക്കാൻ സമ്മതിക്കേ. അല്ലാതുള്ള ഐസും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം മേടിച്ചിട്ട് എന്നാലും ഞാൻ കൂടുതൽ അങ്ങനെ മേടിപ്പിക്കത്തില്ല. മേടിക്കണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ഐസ്ക്രീം ഇതുപോലെ ഇവിടെ വന്ന് ഇങ്ങനെ ബെല്ലടിച്ചപ്പോൾ ഈ പിള്ളേർക്ക് കഴിക്കാൻ കൊതിയാ മേടിക്കും കോണിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കഴിക്കാൻ അവർക്കും ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ കുഞ്ഞിൽ ഇത് കഴിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ഐസ്ക്രീം തന്നേച്ച് ഇവർ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ എങ്ങനെയാ ഈ നൂല് മാതിരി ഇരിക്കുന്നതിനകത്തുനിന്ന് നൂല് മാതിരി ഇങ്ങനെ പന്നലായിട്ട് വരുന്നത്. അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വേറൊരു ടേസ്റ്റോ എന്നതൊക്കെയോ ഛർദ്ദിക്കാൻ വന്ന്. പിള്ളേരാണെങ്കിലും അത് കഴിച്ചില്ല. അവർക്കും വല്ലാതെ വന്ന്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു വല്ല ഫുഡ് പോയിസണൊക്കെ ആവുമെന്നൊക്കെ. എന്നാലും ദൈവം അനുകരിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും വന്നില്ല. മുഴുവൻ കഴിച്ചില്ല, ഇച്ചിരി കഴിച്ചിട്ട് കളയുമായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെയുള്ള ഐസ്ക്രീം മേടിക്കത്തില്ല. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഐസ്ക്രീം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ എത്ര ഐസ്ക്രീമൊക്കെ മേടിക്കാൻ പോയാൽ 35 രൂപ, 25 രൂപ, 30 രൂപ അങ്ങനെയൊക്കെയാണ് വില. നല്ല വിലയുണ്ട്. ആ പൈസയുടെ കൂടെ ഒരു 30 രൂപ കൂടെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം വീട്ടിൽ റെഡിയാകും. അല്ലെങ്കിൽ 30 രൂപയാണെങ്കിലും മതി. ഒരു കവർ പാൽ മേടിച്ചാലും മതി. ഒരു കവർ പാൽ 30 ആണെന്ന് തോന്നുന്നു. അത് 35 ആണോ? എന്നാണേലും നമുക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഒത്തിരി പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. എല്ലാവരും എന്നെ ചീത്ത വിളിക്കും കഥ പറയാതെ എണീറ്റ് പോകുന്നുമാണ്. അപ്പോൾ നമുക്ക് അടിപൊളി ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു ഇതാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് ഈ കപ്പിലേക്ക് അനുപ്പിച്ചിട്ട് നമ്മൾ പാലെടുത്തതിൻ്റെ ഇങ്ങനെ കവറ് കഴുകി ഒരു ശകലം വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ പാലെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാലുണ്ട്. അതിനകത്തേക്ക് 3 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. അത് നല്ലപോലെ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കട്ടെ. അതും കൂടെ ഈ പാലിനകത്തോട്ട് ചേർക്കുവാണേ. ഇപ്പോൾ ഈ കോൺഫ്ലവർ പൊടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് അലുത്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. നമ്മൾ വെള്ളത്തിലൊടിക്കുമ്പോൾ കട്ട പിടിച്ച മാതിരി കിടക്കും. അത് നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. കട്ട പിടിച്ചത് ഇതിനകത്തോട്ട് ഇടല്ലേ കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതടിക്ക് പിടിക്കും. സൗണ്ട് വരുന്നുണ്ടായിരിക്കും തവിയുടെ. ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ. പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെ. നല്ലപോലെ നമ്മൾ അടി ചേർത്ത് വേണം പാലിളക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടോ ആ പാത്രത്തിൻ്റെ സൗണ്ട് അങ്ങ് മാറി. മറ്റേ ഞാൻ ആദ്യം പാത്രത്തിട്ട് ഇളക്കിയപ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് ഇതിപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. കോൺഫ്ലവർ പൊടിക്ക് പകരം മൈദയാണെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. മൈദ ചേർത്താലും ഇതേപോലെ തന്നെ നമുക്ക് ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ എൻ്റെ കോൺഫ്ലവർ പൊടി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. മൈദയാണേലും ഒരു 2 സ്പൂണേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇതിനേക്കാളും കുറുക്കം കൂടുതലാണ് മൈദയ്ക്ക് കോൺഫ്ലവറിനേക്കാളും. അപ്പോൾ പാല് അത് ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ ഇളക്കി വേണം തിളപ്പിക്കാനായിട്ട്. തിളപ്പിച്ചില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ്. പാലിപ്പോൾ തിളയ്ക്കാറായി.
ഉണ്ട്, ഒരു ചെറിയ കുറുക്കാണ് വന്നിരിക്കുന്നത്. ആ കുറുക്കം മതി നമുക്ക്. ഇതിനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം ഓഫ് ചെയ്യാവേ. വെച്ച് പറ്റിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. പാലൊന്ന് തിളച്ചാൽ മാത്രം മതി. പാല് നല്ലപോലെ തിളച്ച് കേട്ടോ. തിളച്ച് തൂകിപ്പോകരുത്. പാലിന് ചെറിയൊരു കുറുക്കം മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. ഉണ്ണി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ആ ഒരു നല്ല വെള്ള കളർ അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ, ഉണ്ണിയും കൂടെ എടുക്കുമ്പോഴത്തേക്ക്. അതിന് ഞാൻ ഈ മുട്ടയുടെ വെള്ള മാത്രമായിട്ടാണ് എടുക്കുന്നത്, ഉണ്ണി എടുക്കാതെ. ഉണ്ണി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു കളറ് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. 1/2 സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതിപ്പോൾ മുട്ടയ്ക്കകത്തിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കും കേട്ടോ. ഞാൻ ഈ മുട്ടയുടെ വെള്ളം എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു മുട്ടയുടെ ഉണ്ണിയും കൂടെ അതിനകത്തോട്ട് വീണേ. ഞാൻ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര പാലിനകത്തേക്ക് ചേർക്കാവേ. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഈ ചൂട് പാലിലേക്ക് തന്നെ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയും, ഞാൻ പറഞ്ഞിട്ട് ഒരു മുട്ട എനിക്ക് അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഉണ്ണിയും കൂടെ വന്നു കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ പിന്നെ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാനായിരുന്നു, പക്ഷേ അതിൻ്റെ ഉണ്ണിയും കൂടെ ഒരെണ്ണം വന്നു. എന്നിട്ട് ഈ ചൂട് പാലിനകത്തോട്ട് നമ്മൾ ഈ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കണേ. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും നല്ലപോലെ മിക്സ് ആയിക്കോളും. പിന്നെ ഒരു ഇച്ചിരിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ മുട്ടയുടെ ഇതായിട്ട് കിടപ്പുണ്ടെങ്കിൽ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളിത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും വിചാരിക്കേണ്ട. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, നോക്കിയേച്ച് വേണം. ശകലവും കൂടെ മധുരം വേണം. ഇപ്പം തന്നെ ഐസ്ക്രീമിൻ്റെയൊക്കെ മണമൊക്കെ വന്നു തുടങ്ങി. ഐസ്ക്രീം എന്ന് പറയുമ്പോഴേ നല്ല മധുരമുള്ള സാധനമല്ലേ. എൻ്റെ പിള്ളേർക്കാണെങ്കിൽ പൊതുവേ മധുരപ്രിയരാണ്, അവർക്ക് ഭയങ്കര മധുരം വേണം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതെടുത്ത് ഫ്രീസറിൽ വെക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം വെക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. വൈകിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് നാളെ രാവിലെ എടുത്ത് ഞാനിത് മിക്സിയിലടിക്കും. ഇത് വേണ്ട, മുട്ടയുടെ ചെറിയ ഇതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് നാളെ സെറ്റാക്കി എടുക്കാം. ഇതിനി നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടട്ടെ. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇത് ശരിക്കും അങ്ങോട്ട് ഐസാകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇത് സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ലപോലെ മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരട്ടെ. ഇതിപ്പോൾ തണുത്തപ്പോഴാണ് ഈ ഒരു തിക്നെസ് ഇതിന് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ ഇത്രയും തിക്കായിട്ട് ഇരിക്കുകയില്ല, തണുത്ത് കഴിയുമ്പോഴാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഐസായോന്ന് ചോദിച്ചാൽ ഐസായിട്ടുമില്ല, എന്നാൽ നല്ലതുപോലെ തണുപ്പായിട്ടും ഉണ്ട്. മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചുകൊണ്ട് വരട്ടെ. നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന എന്നതിനാന്ന് ചോദിച്ചാൽ അതുണ്ടോ, ശക്കലം അതിനകത്ത് ഒന്നും കൂടെ ഒന്ന് ശരിക്കും എടുക്കണം. അതിൻ്റെ അടിയിലായിട്ടൊരു ശക്കലം വന്നു കേട്ടോ. ആ ഒരു തരി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് അടിക്കുന്നത്. ഒരു ഇച്ചിരി ഉണ്ടോ ശകലം, അത് ഇച്ചിരി കൂടെ ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചാൽ മതി, സെറ്റാകും. നമ്മളാ മുട്ടയൊക്കെ ചേർത്തില്ലേ, ഇന്നുകൂടെ നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരട്ടെ.
അടിച്ച് നല്ലപോലെ പത പോലെ അടിച്ചെടുക്കണം. അതൊരു പത പോലെ വരും കേട്ടോ. അതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അടിച്ചെടുക്കട്ടെ. ഇതിലോട്ട് ഇപ്പോൾ ഫുൾ എടുത്ത് വെച്ച് കേട്ടോ. ഇതിപ്പോൾ വാനിലയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു കളറും ഒക്കെ ആയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ ഐസ്ക്രീമാണ് ഇത് സെറ്റാക്കിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു ഭംഗി വേണ്ടേ കാണാനായിട്ട്. അതിന് ഞാൻ ഒരു ഇച്ചിരി ഫുഡ് കളർ ഇതിനകത്തോട്ട് ചേർത്ത് ഇതും നല്ലപോലെ സെറ്റാക്കി വെക്കുവാണേ. ഇത് ഒരുപാട് വാരിയിടില്ല കേട്ടോ. ഇതിനൊരു ചെറിയ ഉപ്പ് രസമുണ്ട്. നമ്മൾ വളരെ കുറച്ചിട്ടാൽ നല്ല കളർ കിട്ടും. കുറച്ചിട്ടാൽ മതി. ഇതൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രീൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ എപ്പോഴും എല്ലാവരും കളിയാക്കും ഞാൻ ഈ ഗ്രീനാണ് എല്ലാത്തിനകത്തും ചേർക്കുന്നതെന്ന് പറഞ്ഞു. കാര്യം എനിക്കിഷ്ടപ്പെട്ട കളർ ഗ്രീനാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതിന് അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള കളറായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് നേരെ ഫ്രീസറിലോട്ട് വെക്കുവാണേ. നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റായി കേട്ടോ. ആ പതയോടുകൂടി അതിൻ്റെ മേൽവശത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇതുപോലൊരു പാത്രത്തിലോട്ട് സെറ്റാക്കാം. ഞാൻ ഇതുപോലൊരു തവി കൊണ്ട് എടുക്കുന്നത് കേട്ടോ. തവി ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരിയും കൂടി ഇതായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ നല്ല സെറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നല്ല നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് തന്നെ നമുക്ക് ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി എടുക്കാതെ അതേ ടേസ്റ്റിൽ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നല്ല ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇതുപോലൊരു തവി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ പുറം കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടീച്ചർ കഴിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ഞാനിപ്പോൾ അച്ഛനും കൊടുക്കും. അച്ഛൻ കഴിക്കുന്ന കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയുണ്ട് അച്ചു? ഐസ്ക്രീം കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? കടയിലപ്പോൾ തന്നെ ഇതിനകത്ത് ആപ്പിൾ ഇരിപ്പില്ലേ, അത് തന്നെ ഇതിനകത്ത് വെച്ച് ഫ്രൂട്ട് സലാഡായിട്ട് കഴിക്കണം. വച്ച് കഴിക്കുക കേട്ടോ. കണ്ണൻ ട്യൂഷൻ പോയിക്കുവാണ്. കണ്ണൻ വന്നു കഴിഞ്ഞ് വേണം ഇനി അവന് കൊടുക്കാനായിട്ട്. അപ്പം ഇത് 2 കളറിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇനി കളർ ഒന്നും ചേർത്തില്ലെങ്കിലും ഈ വൈറ്റ് കളറാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് ആ കളറിലാണെങ്കിലും മേടിക്കുന്നത് പാലിലടെ അതിലാണെങ്കിൽ കേട്ടോ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇതാണ്, ടേസ്റ്റാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അവധിയാകുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പം നല്ല മേടായിരിക്കും എല്ലാം. അപ്പം എല്ലാവർക്കും പിള്ളേരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കളിപ്പിച്ചൊക്കെ ഇങ്ങനെ നിർത്താൻ പറ്റും. കളിപ്പിച്ചല്ല കേട്ടോ, അത് ഒറിജിനൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു കെമിക്കലും ചേരാതെ നല്ല ഇതായിട്ട് നമുക്ക് മനസ്സമാനത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ ഒന്ന് മേടിച്ച് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ സ്കൂട്ടറിലൊക്കെ വരുന്നവർ വീണ്ടും അതൊക്കെ വന്ന് ഇവിടെ ഉണ്ട് വന്ന് ബെല്ലടിച്ച് നിൽക്കും. പിള്ളേർ ഇറങ്ങി ചെന്ന് അവിടെ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കയ്യിൽ നമുക്ക് മേടിക്കാൻ ധൈര്യക്കുറവാതെ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ ഫ്രൂട്ട്സ് സലാഡും ആകും കേട്ടോ. ഒരു ഇച്ചിരി ഒന്ന് ലൂസായി കഴിയുമ്പോഴത്തേക്ക് അതിലെടുത്ത് ആ ഫ്രൂട്ട്സ് ഇട്ട് നമ്മൾ ഇതിനകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഫ്രൂട്ട്സ് സലാഡായിട്ടൊക്കെ കഴിക്കാം. അങ്ങനെ എല്ലാ ഇതും നമുക്ക് നല്ല ഇതായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ.